Hello friends, welcome to my YouTube channel CR English Workshop. Today we are going to study 10th English lesson Adventures in a Banyan Tree written by Ruskin Bond. എല്ലാ കൂട്ടുകാർക്കും CR ഇംഗ്ലീഷ് വർക്ക്ഷോപ്പ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡിലെ ഗ്ലിംസസ് ഓഫ് ഗ്രീൻ അഥവാ പച്ചപ്പിൻ്റെ ക്ഷണിക ദൃശ്യം എന്ന ഫസ്റ്റ് യൂണിറ്റിലെ റസ്കിൻ ബോണ്ട് എഴുതിയ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന ചെറുകഥയാണ് പഠിക്കാൻ പോകുന്നത്. ഇതിലെ പ്രോട്ടഗോണിസ്റ്റ് അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ സെൻട്രൽ ക്യാരക്ടർ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ഒരു കുട്ടിയാണ്. അത് നമ്മുടെ കഥാകൃത്തായ റസ്കിൻ ബോണ്ട് തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ ഓതർ. നമുക്ക് ആദ്യമായിട്ട് ഈ കഥ എഴുതിയ റസ്കിൻ ബോണ്ടിനെ കുറിച്ച് തന്നെ പഠിക്കാം. പേജ് നമ്പർ 9. റസ്കിൻ ബോണ്ട്. Born on 19 May 1934, is an Indian author of a British descent. റസ്കിൻ ബോണ്ട് 1934 മെയ് മാസം 19-ാം തീയതിയാണ് ജനിച്ചത്. അദ്ദേഹം ഇന്ത്യക്കാരനായ ബ്രിട്ടീഷ് പാരമ്പര്യമുള്ള ഒരു എഴുത്തുകാരനാണ്. ഹിസ് ഫാദർ വാസ് ആൻ ഓഫീസർ അറ്റ് റോയൽ എയർഫോഴ്സ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ റോയൽ എയർഫോഴ്സിലെ ഒരു ഓഫീസറായിരുന്നു. ഹി റോട്ട് ഫസ്റ്റ് നോവൽ ദ റൂം ഓൺ ദ റൂഫ് അറ്റ് ദ ഏജ് ഓഫ് 17. അദ്ദേഹത്തിന് കേവലം 17 വയസ്സ് മാത്രമുണ്ടായിരുന്ന ആ സമയത്താണ് അദ്ദേഹം അതിൻ്റെ ആദ്യത്തെ നോവൽ ആയ ദ റൂം ഓൺ ദ റൂഫ് എന്ന നോവൽ അദ്ദേഹം എഴുതിയത്. ഇറ്റ് ഗോട്ട് ജോൺ ലോലിൻ റൈസ് പ്രൈസ് ഇൻ 1957. ആ ദി റൂം ഓൺ ദ റൂഫ് എന്ന അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നോവലിന് ജോൺ ലോലിൻ റൈസ് പ്രൈസ് 1957 കിട്ടി. ഇനി ജോൺ ലോലിൻ റൈസ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു സാഹിത്യ അവാർഡാണ്. 35 വയസ്സിന് താഴെയുള്ള 35 വയസ്സോ അതിന് താഴെയുള്ള സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണിത്. ഈ യുണൈറ്റഡ് സ്റ്റേറ്റിലെ ഒരു അവാർഡാണ്. അവിടെ ഇത് ആരംഭിച്ചത് 1942 അത് ഈ അവാർഡ് ജോൺ ലോലിൻ റൈസ് പ്രൈസ് യുണൈറ്റഡ് കിങ്ഡത്തിലെ അല്ലെങ്കിൽ UK നിലനിൽക്കുന്ന പഴക്കമേറിയ അവാർഡുകളിൽ ഒരെണ്ണമാണ് ജോൺ ലോലിൻ റൈസ് പ്രൈസ്. അത് അദ്ദേഹത്തിന് നമ്മുടെ റസ്കിൻ ബോണ്ടിന് 1957 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലായ ദ റൂം ഓൺ ദ റൂഫിന് കിട്ടി. ഹിസ് ഫസ്റ്റ് ചിൽഡ്രൻസ് ബുക്ക് വാസ് ദ ആംഗ്രി റിവർ കോപിച്ചൊഴുകുന്ന നദി എന്ന അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്കുള്ള പുസ്തകത്തിനാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കുട്ടികളുടെ പുസ്തകമായിട്ടുള്ള സംഭാവന, ആ മേഖലയിലുള്ള സംഭാവന. In 1992 he received the Sahitya Academy Award for his short story collections Our Trees Still Grow in Dara. Our Trees Still Grow in Dara എന്ന ചെറുകഥാ സമാഹാരത്തിന് അദ്ദേഹത്തിന് 1992 സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. He was awarded the Padma Shri in 1999 for his contributions to children's literature. കുട്ടികളുടെ സാഹിത്യ ശാഖയിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് 1999 പത്മശ്രീ അവാർഡ് അദ്ദേഹത്തിന് കിട്ടി. He got the Lifetime Achievement Award in 2017. ആജീവനാന്തമുള്ള അല്ലെങ്കിൽ ജീവിതകാലം ഉടനീളം നിലനിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അവാർഡ്, ലൈഫ് ടൈം അവാർഡ് അദ്ദേഹത്തിന് 2017 സിദ്ധിക്കുകയുണ്ടായി. He now lives with his adopted family in Landour near Missouri. ഇന്ന് അദ്ദേഹത്തിൻ്റെ ദത്തെടുത്ത കുടുംബവുമായിട്ട് മിസ്സൂറിക്ക് അടുത്തുള്ള ലന്തൂറിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഇനി ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഡെറാഡൂണിൽ നിന്ന് 35 കിലോമീറ്റർ അകലെ
മിസൂറിയോട് ചേർന്നു കിടക്കുന്ന ഒരു പട്ടണമാണ് ലന്തൂർ. മിസൂറി, ലന്തൂർ എന്നീ ഇരട്ട പട്ടണങ്ങൾ കുന്നുകളുടെ രാജ്ഞി എന്നും അറിയപ്പെടുന്നു. ഇത് ബ്രിട്ടീഷ് ഇന്ത്യ കാലഘട്ടത്തിലെ ഒരു പ്രധാന മലനിര പട്ടണമാണ്. Okay, that is about this author. Then we are coming to the introduction. നമ്മൾ ഓഥറിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ നോക്കാം. ആമുഖത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീയിങ്സ്. പ്രകൃതി എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഈ പ്രകൃതിയിൽ ജനിച്ചു വീഴുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ വേണ്ടിയുള്ളതാണ്, വേണ്ടപ്പെട്ടതാണ്, അവരുടെ ഒരുപോലെ സ്വന്തമാണ് പ്രകൃതി എന്ന് പറയുന്നത്. ആർക്കും പ്രത്യേകമായ ഒരു പരിഗണനയും ഇല്ല. മാൻ ഷുഡ് ലീവ് ഇൻ ഹാർമണി വിത്ത് ദ നേച്ചർ. അതുകൊണ്ട് മനുഷ്യന് പ്രത്യേകമായ ഒരു പരിഗണനയും ഈ പ്രകൃതി നൽകുന്നില്ല. എന്നാൽ ചില മനുഷ്യൻ അങ്ങനെയല്ലല്ലോ ജീവിക്കുന്നത്, കാണുന്നത്. പ്രകൃതി അവൻ്റെ സ്വത്താണെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല. പ്രകൃതിയിൽ ജനിച്ചു വീഴുന്ന സർവ്വ ജീവജാലങ്ങൾക്ക് ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെ സർവ്വജീവജാലത്തിനും പ്രകൃതി അവരുടേതാണ്, അവരുടെ സ്വന്തമാണ്, മനുഷ്യനെ പോലെ തന്നെ. സോ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? മാൻ ഷുഡ് ലീവ് ഇൻ ഹാർമണി വിത്ത് ദ നേച്ചർ. മനുഷ്യൻ പ്രകൃതിയുമായിട്ട് ഹാർമോണിയസ് ആയിട്ടുള്ള സ്വരച്ചേർച്ചയോടുകൂടിയ എന്താണ് ആ ഒരു ജീവിതമാണ് നയിക്കേണ്ടത്. അതായത് പ്രകൃതിയുമായിട്ട് ലയിച്ചു ചേർന്ന ഒരു ജീവിതമാണ്, ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു സ്വരച്ചേർച്ചയോടുകൂടിയ പ്രകൃതിയുമായിട്ട് അലിഞ്ഞു ചേരുന്ന, ഇണങ്ങിച്ചേരുന്ന, ഒത്തുചേരുന്ന ഒരു ജീവിതമാണ് മനുഷ്യൻ നയിക്കേണ്ടത്. ബീയിങ് വൺ വിത്ത് നേച്ചർ ഈസ് ഓൾവേസ് മെസ്മറൈസിങ്. പ്രകൃതിയിലെ ഒരു ഭാഗമാവുക, ഒരാളാവുക, പ്രകൃതിയുടെ ഒരു ഭാഗമായി തീരുക എന്നുള്ളത് തന്നെ, ആ ഒരു ചിന്ത തന്നെ എപ്പോഴും എന്താണ്? ഓൾവേസ് മെസ്മറൈസിങ് ആണ്. നമ്മുടെ മനസ്സിനെ മോഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ വശീകരിക്കുന്ന, അല്ലെങ്കിൽ മയക്കുന്ന ഒരു മന്ത്രമാണ്, മയക്കുന്ന ഒന്നാണ്. ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ ലിഷർ ടൈം വിത്ത് ദ നേച്ചർ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഒഴിവുകാലം ഈ പ്രകൃതിയുമായിട്ട് സമരസത്തിൽ ജീവിക്കുവാൻ, ഇണങ്ങി ജീവിക്കുവാൻ, പ്രകൃതിയോടൊത്ത് ജീവിക്കുവാൻ, ഈ പ്രകൃതിയുടെ മടിത്തട്ടിൽ ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? Let's read now how a boy experienced and balanced with the lessons of nature. അപ്പോൾ നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാം എങ്ങനെയാണ് ഒരു കുട്ടി ഇത് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ബ്ലെൻഡഡ്, അവന് പരിചയസമ്പന്നനായത്, പരിചയസമ്പന്നനായതും അതുപോലെ എന്തിന് പരിചയസമ്പന്നനായി എന്നാണ്? ബ്ലെൻഡഡ് വിത്ത് ദ നേച്ചർ, ദ എസൻസ് ഓഫ് ദ നേച്ചർ. ബ്ലെൻഡഡ് വിത്ത് ദ എസൻസ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് പ്രകൃതിയുടെ സത്തുമായി ലയിച്ചു പോവുക എന്നാണ്. ബ്ലെൻഡഡ് വിത്ത് ദ എസൻസ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രകൃതിയുടെ സത്തുമായിട്ട്, അതിൻ്റെ അന്തസ്സത്തയുമായിട്ട്, പ്രകൃതിയുമായിട്ട് ഒത്തുചേർന്ന് ലയിച്ച് ഒരുമിച്ച് പോവുക, അല്ലെങ്കിൽ സമരസപ്പെട്ടു പോവുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഇവിടെ ഒരു കുട്ടി പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന്, പ്രകൃതിയുടെ സത്തുമായിട്ട് ഇണങ്ങിച്ചേർന്നത് എങ്ങനെയാണെന്നാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു സീ ഇറ്റ്സ് ടൈറ്റിൽ. പാഠത്തിൻ്റെ പേരെന്ന് പറയുന്നത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ. പാഠത്തിൻ്റെ പേര് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ, ഒരു ആൽമരത്തിലെ സാഹസങ്ങൾ എന്നാണ്. ഒരു ആൽമരത്തിലെ സാഹസങ്ങൾ എന്നാണ് ഈ കഥയുടെ പേര്. അഡ്വഞ്ചേഴ്സ് ഇൻ എ അഡ്വഞ്ചർ എന്ന സാഹസ പ്രവൃത്തികൾ. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ, ഒരു ആൽമരത്തിലെ സാഹസങ്ങൾ അല്ലെങ്കിൽ സാഹസ പ്രവൃത്തികൾ. അപ്പോൾ ഇത് എഴുതിയത് റസ്കിൻ ബോണ്ടാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്കിനി ഫസ്റ്റ് പാരഗ്രാഫിലേക്ക് നോക്കാം. പേജ് നമ്പർ 9. Though the house and the grounds of our home in India were grandfather's domain. ദോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാലും എന്നിരുന്നാലും എന്നാണ്. അതൊരു എന്താണ്? ദോ ആൻഡ് ആൾദോ, എന്നാലും എന്നിരുന്നാലും. മനസ്സിലായല്ലോ? ദോ ആൻഡ് ആൾദോ എന്ന് പറയുന്ന ഒരേപോലെ അർത്ഥം വരുന്നതാണ് എന്നാലും എന്നിരുന്നാലും. ദോ ദ ഹൗസ് ആൻഡ് ദ ഗ്രൗണ്ട്സ്, നമ്മുടെ വീടും ആ വീട് നിൽക്കുന്ന ഗ്രൗണ്ടും തറയും അതിൻ്റെ വീട് നിൽക്കുന്ന ഇടവും ഓഫ് അവർ ഹോം, നമ്മുടെ വീടിൻ്റെ ഹൗസ് വീടിന് ചുറ്റുമുള്ള ഭാഗങ്ങളും ഇൻ ഇന്ത്യ
വെയർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ, അത് ആരുടെ സ്വന്തമാണ്? ആരുടെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സാമ്രാജ്യം എന്നാണ്. ആരുടെ അധീനതയിലാണ്? ആരുടെ സാമ്രാജ്യമാണ്? വീട് നിൽക്കുന്ന വീടിൻ്റെ പരിസരവും ആ പ്രദേശവും നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ, എൻ്റെ മുത്തച്ഛൻ്റെ ഡൊമൈനിലാണ്, അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ അധീനതയിലുള്ള സാമ്രാജ്യമാണ്, അദ്ദേഹത്തിന് സ്വന്തമാണ്. ദ മാഗ്നിഫിഷ്യൻ്റ് ഓൾഡ് ബാനിയൻ ട്രീ വാസ് മൈൻ. എന്നാൽ അവിടെയുള്ള ആ ഗ്രൗണ്ടിൽ നിൽക്കുന്ന, വീടിനോട് ചേർന്ന് നിൽക്കുന്ന മാഗ്നിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ, പടുകൂറ്റനായ, ഏറ്റവും വളർന്ന, വലുതായ, ഒത്തിരി പ്രായവും പഴക്കവും ഒക്കെ ഉള്ള ഗംഭീരമായ, പ്രൗഢഗംഭീരമായ എന്നൊക്കെ വാക്കിൻ്റെ അർത്ഥം. ഗംഭീരമായ, വളരെ വലിയ ആ ഒരു ഓൾഡ് പഴക്കമേറിയ ആ ബാനിയൻ ട്രീ, ഒരു ആൽമരമുണ്ട്. ആ ആൽമരം വാസ് മൈൻ, അതെൻ്റെ സ്വന്തമാണ്. മൈൻ മീൻസ് എൻ്റേത്, അത് എൻ്റേതാണ്. അതായത് മുത്തശ്ശൻ്റെ ഡൊമിനിയൻ എന്ന് പറയുന്നത് അതിൻ്റെ സാമ്രാജ്യം, മുത്തശ്ശൻ്റെ എന്ന് പറയുന്നത് ദ ഹൗസ് ആൻഡ് ദ ഗ്രൗണ്ട്സ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഡൊമൈനാണ്. എന്നാൽ എൻ്റെ ഇതെന്ന് പറയാൻ എനിക്കുള്ളത് എന്താണ്? ദ മാഗ്നിഫിഷ്യൻ്റ് ഓൾഡ് ബാനിയൻ ട്രീ, എൻ്റെ വീടിനോട് ചേർന്നുള്ള ആ വലിയ പടുകൂറ്റനായ ഗംഭീരമായ പിന്നെ പഴക്കമുള്ള ബാനിയൻ ട്രീ എൻ്റെ സ്വന്തമാണ്, എൻ്റേതാണ്. ചീഫ്ലി ബിക്കോസ്, അതിൻ്റെ പ്രധാന കാരണം, എൻ്റേതാണെന്ന് പറയാനുള്ള പ്രധാന കാരണം, grandfather at the age of 65 could no longer climb it. എൻ്റെ മുത്തശ്ശൻ ഏതാണ്ട് 65 വയസ്സുണ്ട്. ഈ 65 വയസ്സുള്ള മുത്തശ്ശന് ഇനി കൂടുതലായി, നോ ലോങ്ങർ ഇനിയും കൂടുതലായിട്ട്, നോ ലോങ്ങർ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇനിയും അത് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇനിയും അധിക നാൾ ഈ മരത്തിൽ കയറാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ആൽമരം ഇപ്പോൾ എൻ്റേതാണ്, എൻ്റെ സ്വന്തമാണ്. ഇനിയും എളുപ്പത്തിൽ എൻ്റെ മുത്തശ്ശന് ആൽമരത്തിൽ കയറാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ 65 വയസ്സുണ്ട്. 65 വയസ്സുള്ളത് കൊണ്ട് എൻ്റെ മുത്തശ്ശന് ഈ ആൽമരത്തിൽ പഴയതുപോലെ ഈസി ആയിട്ട് കയറാൻ പറ്റത്തില്ല, എളുപ്പം കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ആൽമരം എൻ്റേതാണ്. അതുകൊണ്ടാണ് ആൽമരം എൻ്റേതാണെന്ന് ചീഫായിട്ട് പ്രധാനമായിട്ട് ഞാൻ പറയുന്നത്. ഗ്രാൻഡ് യൂസ്ഡ് ടു ടീസ് ഹിം എബൌട്ട് ദിസ്. ഇതിനെ ചൊല്ലി മുത്തശ്ശനെ കളിയാക്കാറുണ്ട്. ടീസ് എന്ന് പറഞ്ഞാൽ പതിവായി പറഞ്ഞ് കളിയാക്കുക, ശീലമാക്കുക എന്നർത്ഥം. പതിവായി എന്നർത്ഥമാണ് പതിവായി എന്നർത്ഥം യൂസ്ഡ് ടു. അതുപോലെ തന്നെ പതിവായി ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ പതിവായി എന്നർത്ഥം. യൂസ്ഡ് ടു ടീസ് എന്ന് പറഞ്ഞാൽ നീരസപ്പെടുത്തുക, കളിയാക്കുക, ശല്യപ്പെടുത്തുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ പതിവായി ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മുത്തശ്ശനെ കളിയാക്കാറുണ്ടായിരുന്നു. 65 വയസ്സായി, ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ആൽമരത്തിൽ കയറാൻ പറ്റില്ല എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് മുത്തശ്ശനെ കളിയാക്കുമായിരുന്നു കൂടെ. അങ്ങനെ കളിയാക്കലും മുത്തശ്ശിക്കൊരു ശീലമായിരുന്നു. ആൻഡ് അബൌട്ട് എന്ന് പറഞ്ഞാൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട്, ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, അബൌട്ട് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഏകദേശം എന്നൊരർത്ഥമുണ്ട് കേട്ടോ. എബൌട്ട് കുറിച്ച് എന്നർത്ഥമുണ്ട്, ഏകദേശം എന്നർത്ഥമുണ്ട് എബൌട്ട്. ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് certain കൗണ്ടസ് ഓഫ് ഡെസ്മൗണ്ട്. അത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? ഉദാഹരണ സഹിതം സമർത്ഥിച്ചുകൊണ്ടാണ് മുത്തശ്ശനെ കളിയാക്കാറുണ്ടായിരുന്നത്. ഒരു ആരുടെ കഥ പറഞ്ഞുകൊണ്ടാണ്? കൗണ്ടസ് ഓഫ് ഡെസ്മൗണ്ട് രാജ്ഞിയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് അവർ മുത്തശ്ശൻ കളിയാക്കിയിരുന്നത്. അവരുടെ ഡെസ്മണ്ട് കൗണ്ടസ് എന്ന് പറയുന്നവരുടെ മൊത്തം പേര് കാതറീൻ ഫിറ്റ്സ്ജെറാൾഡ് ആണ്, ഇംഗ്ലീഷ് വുമണാണ്. അവർക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, she died after falling from a tree at the age of about 100. ഏതാണ്ട് 100 വയസ്സോളമൊക്കെ ആയിരുന്ന സമയത്ത് അവർ മരത്തിൻ്റെ മണ്ടയിൽ നിന്ന് വീണ് മരിച്ചുപോയ സ്ത്രീയാണ്. ഒത്തിരി പ്രായം, 117 അങ്ങനെ 117 വയസ്സ് പ്രായം ഉണ്ടായിരുന്ന സമയത്ത് ഇവർ മരത്തിൻ്റെ മണ്ടയിൽ കയറി അവിടെ നിന്ന് വീണ് മരിച്ചുപോയ ഒരു സ്ത്രീയാണ്. അതാണ് ആ ഒരു പേര് പറഞ്ഞാണ് ഈ ഡെസ്മണ്ട്, കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്. ഇത് കാതറീൻ ഫിറ്റ്സ്ജെറാൾഡ് എന്ന് പറയുന്ന കൗണ്ടസ് ഓഫ് ഡെസ്മണ്ടിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ്, ഇൻസിഡൻറ്റ് സൂചിപ്പിച്ചുകൊണ്ടാണ് മുത്തശ്ശനെ കൂടെ ഈ മരത്തിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടിരുന്നത്. and would have lived an English woman who lived at the age of 17 117 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ് കൗണ്ടസ് ഓഫ് ഡെസ്മൗണ്ട് എന്ന് പറയുന്നത്, കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്. ആൻഡ്
would have lived longer if she hadn't fallen while climbing an apple tree. ഒരു ആപ്പിൾ മരത്തിൽ കയറിയില്ലായിരുന്നുവെങ്കിൽ അവർ തീർച്ചയായിട്ടും അതിനേക്കാൾ കുറച്ചുകൂടി വർഷങ്ങൾ ജീവിച്ചിരുന്നേനെ എന്നാണ് മുത്തശ്ശി പറഞ്ഞത്. അങ്ങനെയാണ് ഈ 117 വയസ്സുള്ള സ്ത്രീ ഒരു ആപ്പിൾ മരത്തിൽ കയറിയപ്പോഴാണ് അവിടെ നിന്ന് വീണാണ് മരിച്ചുപോയത്. അവരങ്ങനെ ആപ്പിൾ മരത്തിൽ കയറാതിരുന്നുവെങ്കിൽ അവർക്ക് ഈ വയസ്സിൽ 117ാമത്തെ വയസ്സിലും മരിക്കേണ്ടി വരുമായിരുന്നില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശിനെ കളിയാക്കുന്നു. The spreading branches of the banyan tree which curved to the grounds took root again അതായത് ഈ വലിയ പഴക്കമുള്ള ആൽമരത്തിൻ്റെ ശാഖകൾ വളഞ്ഞ് ആർച്ച് പോലെ ഇങ്ങനെ വളഞ്ഞ് കമാനങ്ങൾ പോലെ വളഞ്ഞു കുത്തി താഴേക്ക് ഭൂമിയിൽ തൊട്ടിട്ട് ആ തറയിൽ തൊട്ട ഭാഗത്ത് വീണ്ടും വേരുകൾ മുളച്ച് ആ വേരുകളായിട്ട് ഇങ്ങനെ മുളച്ചു പൊങ്ങി വേരുകളായിട്ട് വളർന്നു വന്നിരുന്നു. ആൻഡ് ഫോമിങ് എ മെയ്സ് ഓഫ് ആർച്ചസ്, അത് കണ്ടാൽ ഒരു ആർച്ച്, ഒരു കമാനം പോലെ തോന്നിയിരുന്നു. അതായത് ഈ വലിയ ആൽമരത്തിൻ്റെ ശിഖരങ്ങൾ വളഞ്ഞു കുത്തി താഴെ അതിൻ്റെ ഭൂമിയിൽ അതിൻ്റെ ശിഖരം തൊട്ടപ്പോൾ അവിടെ വീണ്ടും വേരുകൾ മുളയ്ക്കുകയും അത് കണ്ടാൽ ഒരു കമാനം പോലെ തോന്നുകയും ചെയ്തിരുന്നു, ഒരു ആർച്ച് പോലെ തോന്നിയിരുന്നു. ഗേവ് മീ എൻഡ്ലെസ് പ്ലഷർ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ എൻഡ്ലെസ് എന്ന് പറഞ്ഞാൽ എന്താ, അതിരില്ലാത്ത അളവില്ലാത്ത ഒരു ഹാപ്പിനെസ് ആണ്, പ്ലഷറാണ്, ഉല്ലാസമാണ്, സന്തോഷമാണ് എനിക്ക് ഈ ഒരു മരത്തിൻ്റെ ഈ കമ്പ് ഇങ്ങനെ വളഞ്ഞു വന്ന് ഇങ്ങനെ നിൽക്കുന്നതിലൂടെ എനിക്ക് കിട്ടിയത്. ആർച്ച് പോലെ നിൽക്കുന്നതിൽ എനിക്കത് വളരെ സന്തോഷമുളവാക്കിയ ഒരു സീനായിരുന്നു, സംഭവമായിരുന്നു. എൻഡ്ലെസിൻ്റെ അർത്ഥം അതിരില്ലാത്ത. The tree was older than the house. ഈ ആൽമരം ഞങ്ങളുടെ വീടിനേക്കാളും പഴക്കമുള്ളതാണ്. ഓൾഡർ ദാൻ ദ ഹൗസ്, ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ, അതുപോലെ തന്നെ എൻ്റെ മുത്തശ്ശിനേക്കാളും പ്രായമുള്ളതാണ്. ആൻഡ് ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡെറ. എന്നാൽ ഡെറ എന്ന് പറയുന്ന ആ പട്ടണത്തിനോടൊപ്പം തന്നെ സമമായ അത്രത്തോളം പ്രായമുണ്ടായിരുന്നു. എന്നാൽ ഈ ആൽമരത്തിന് എൻ്റെ മുത്തശ്ശിനേക്കാളും പ്രായമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിനേക്കാൾ പ്രായമുണ്ടായിരുന്നു, അല്ലെങ്കിൽ പഴക്കമുണ്ടായിരുന്നു ഈ ആൽമരത്തിന്. ഓൾഡ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ്, പോസിറ്റീവ് ഡിഗ്രിയാണ്. ഓൾഡർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ഓൾഡസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അത് പോസിറ്റീവ് ഡിഗ്രീന് അതിൻ്റെ റൂട്ട് വേർഡിന് മാത്രം വരികയും, എന്നാൽ കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് അതിൻ്റെ റൂട്ട് വേർഡിനോടുകൂടി എന്ന 2 അക്ഷരം ചേർക്കുകയും, എന്നാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് EST ആ റൂട്ട് വേർഡിനോടുകൂടി EST എന്ന 3 അക്ഷരം ചേർക്കുകയും ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ഡിഗ്രി കമ്പാരിറ്റീവ് ഡിഗ്രി ആവും. അങ്ങനെ കമ്പാരിറ്റീവ് ഡിഗ്രി സൂപ്പർലേറ്റീവ് ഡിഗ്രി ആവും, ഒരു ഡിഗ്രി ആയി മാറും. ഇവിടെ ഓൾഡസ്റ്റ്, സ്മോളർ, സ്മോളസ്റ്റ്, ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോ വാക്കുകൾ അതിൻ്റെ ഡിഗ്രി അനുസരിച്ച് പറയാൻ സാധിക്കും. റൂട്ട് വേർഡ് മാത്രം പറയുന്നത് പോസിറ്റീവ് ഡിഗ്രിയാണ്. എന്നാൽ അതിനോടുകൂടി റൂട്ട് വേർഡിനോടുകൂടി എന്ന 2 അക്ഷരം ചേർക്കുമ്പോൾ അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആകുന്നു. അവിടെ നമ്മൾ ദാൻ ചേർത്ത് പറയണം. അതുപോലെ തന്നെ EST എന്ന 2-3 അക്ഷരം ചേർക്കുമ്പോൾ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിട്ട് മാറുന്നു. മനസ്സിലായല്ലോ? ഇതിനകത്തും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്, അതായത് അത് വീടിനേക്കാളും, ദാനെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാളുമെന്നാണ്, വീടിനേക്കാളും പഴക്കമുള്ളതാണ്. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദറിനേക്കാളും പ്രായമുള്ളതാണ്. ആൻഡ് ആസ് ഓൾഡ് ആസ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം, അത്രയും തന്നെ. ദ ടൗൺ ഓഫ് ഡെറ നഗരത്തിന്, പട്ടണത്തിൻ്റെ അത്രയും തന്നെ പഴക്കമുണ്ടായിരുന്നു ഈ ആൽമരത്തിൽ. അപ്പോൾ ഏറ്റവും പഴക്കം കൂടുതലുള്ളത് ഡെറ എന്ന പട്ടണത്തിനാണ്. നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ റൂട്ട് ഓഫ് ദ ഹിമാലയാസ്. ഡെറ എന്ന് പറയുന്നത് ഹിമാലയൻ താഴ്വരയിലുള്ള ഇങ്ങനെ ഒരു നെസ്ലിംഗ് ആയിട്ട് ചേർന്ന് കിടക്കുന്ന, നെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ ചേർന്ന് കിടക്കുന്ന ഹിമാലയൻ താഴ്വാരത്തോട്, വാലി മീൻസ് താഴ്വാരം, ഹിമാലയൻ താഴ്വരകളോട് ചേർന്ന് കിടക്കുന്ന ഒരു പട്ടണമാണ് ഈ ഡെറ. അവിടെ ആ ഡെറ എന്ന് പറയുന്ന പട്ടണത്തിനോട് സമമായ അല്ലെങ്കിൽ പ്രായമുണ്ടായിരുന്നു നമ്മുടെ ഈ ആൽമരത്തിന്. നെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ ചേർന്ന് കിടക്കുകയെന്ന് കേട്ടോ.
വാലി ദ ഫൂട്ട് ഓഫ് ഹിമാലയൻ ഫൂട്ട് എന്ന് പറയുന്ന താഴ്വാരം, ഹിമാലയൻ താഴ്വരകളിൽ, വാലി എന്ന് പറയുന്ന താഴ്വാരം, ഹിമാലയൻ താഴ്വരകളിൽ, ഹിമാലയത്തിൻ്റെ അടിവാരങ്ങളിൽ ആ ഫൂട്ടിൽ താഴ്വരയിൽ അവിടെ ചേർന്ന് കിടക്കുന്ന ഒരു നെസ്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്, പട്ടണമാണ് ഡെറ. അപ്പോൾ ആ ഡെറ എന്ന് പറയുന്ന പട്ടണത്തിന് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന വീടിൻ്റെ വീട്ടിൻ്റെ പറമ്പിൽ നിൽക്കുന്ന ആൽമരത്തിൻ്റെ പ്രായം ഉണ്ടായിരുന്നു. എന്നാൽ ആൽമരത്തിന് ഞങ്ങളുടെ മുത്തശ്ശിനേക്കാളും ഒപ്പം തന്നെ ഞങ്ങളുടെ വീടിനേക്കാളും പ്രായമുണ്ടായിരുന്നു. വി ആർ കമ്മിങ് ടു ദ സെക്കൻഡ് പാരഗ്രാഫ്. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്കുറൽ. എൻ്റെ ആദ്യത്തെ ആ ആൽമരത്തിലെ എൻ്റെ ആദ്യത്തെ, മൊത്തത്തിൽ വേണമെങ്കിൽ പറയാം, എൻ്റെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഫ്രണ്ട്, ആദ്യത്തെ ചങ്ങാതി എന്ന് പറയുന്നത് കൂട്ടുകാരൻ അല്ലെങ്കിൽ പരിചയക്കാരൻ, ഫെമിലിയർ എന്ന് പറഞ്ഞാൽ പരിചയമുള്ളവൻ, പരിചയക്കാരൻ. എൻ്റെ ആദ്യത്തെ കൂട്ടുകാരനും പരിചയക്കാരനും ഫെമിലിയറും ആയ ഒരാളെന്ന് പറയുന്ന ആരാണ്? വാസ് എ സ്മാൾ ഒരു സ്കുറൽ. ആരാണ്? ഗ്രേ സ്കുറലാണ്. ചാര നിറമുള്ള ഒരു അണ്ണാറക്കണ്ണനാണ് എൻ്റെ ആദ്യത്തെ കൂട്ടുകാരനും പരിചയക്കാരനും. ആർച്ചിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ. അവൻ എന്ത് ചെയ്യും? അവനിങ്ങനെ അവൻ്റെ മുതുക് ഇങ്ങനെ ആർച്ച് പോലെ വളച്ച് പിടിച്ച് കാലിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അവൻ്റെ കാലിന്മേൽ പൊങ്ങിയിട്ട്, കുഞ്ഞ് കാലിൽ പൊങ്ങിയിട്ട് അതിൻ്റെ മുതുക് ഭാഗം ഇങ്ങനെ ബാക്ക് സൈഡ് ഇങ്ങനെ പൊക്കി ഒരു ആർച്ച് പോലെ വളച്ച് വയ്ക്കും. എന്നിട്ട് സ്നിഫിങ് ഇൻ ടു ദ എയർ, എന്നിട്ട് അവൻ ആ അന്തരീക്ഷത്തിൽ മണം പിടിക്കും, മൂക്കുകൊണ്ട് മണം പിടിക്കും into the air, and he seemed at first to resent my invasion of his privacy. At he seemed at first to resent. അവൻ ആദ്യം ഒരു വെറുപ്പായിട്ടാണ് തോന്നിയത്. എന്താണ്? റീസെൻ്റ് എന്ന് പറഞ്ഞാൽ നീരസം പ്രകടിപ്പിക്കുക. അവൻ ആദ്യം ഒരു നീരസം പ്രകടിപ്പിച്ചു. എന്തിനു വേണ്ടി? അറ്റ് ഫസ്റ്റ് ഹി സീംഡ് ടു റീസെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവൻ നീരസം പ്രകടിപ്പിക്കുന്നതായിട്ട്, അവന് വെറുപ്പ്, അവന് ഇഷ്ടമില്ലായ്മ പ്രകടിപ്പിക്കുന്നതായിട്ട് കാണിച്ചു. നീരസം തോന്നി. എന്തിനു വേണ്ടി? എന്തായിരുന്നു അങ്ങനെ തോന്നാൻ കാരണം? മൈ ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ അധിനിവേശം, കടന്നുകയറ്റം. എൻ്റെ കടന്നുകയറ്റത്തിൽ അവൻ്റെ അനുവാദം ചോദിക്കാതെ ഞാൻ അവൻ്റെ ഡൊമൈനിലേക്ക്, സാമ്രാജ്യത്തിലേക്ക്, ആൽമരത്തിലേക്ക്, അവൻ്റെ പ്രൈവസിയിലേക്ക് കടന്നു ചെന്നപ്പോൾ ആദ്യം അവനൊരു റിസൻ്റായിട്ട് അവനൊരു നീരസമാണ് അവന് പ്രകടിപ്പിച്ചത്. നീരസം തോന്നി. അവൻ്റെ പ്രൈവസിയിൽ, അവൻ്റെ ഏകാന്തതയിൽ ഞാൻ കടന്നു കയറിയപ്പോൾ അവൻ എന്നോട് ആദ്യം ഒരു നീരസം പ്രകടിപ്പിച്ചു. But when he found that I did not arm myself with the catapult, എന്നാൽ അവൻ മനസ്സിലാക്കി ഞാൻ അവനെ ഉപദ്രവിക്കാൻ ചെന്നയാളല്ല. എൻ്റെ കയ്യിലൊരു കവണയില്ല. കവണയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു കവണയില്ല. അവനെ ഉപദ്രവിക്കാൻ ചെന്ന കവണയുടെ കല്ലെറിഞ്ഞ് അവനെ ഉപദ്രവിക്കാൻ ചെല്ലുന്ന ഒരാളല്ല എന്ന് അവൻ മനസ്സിലാക്കി. അങ്ങനെ എൻ്റെ കയ്യിൽ അവനെ ഉപദ്രവിക്കാൻ പോരുന്ന ഒരു കവണ ഇല്ല എന്നും അവൻ മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്തു? അവനെ ഞാൻ ഉപദ്രവിക്കില്ല എന്ന് അവൻ മനസ്സിലാക്കിയപ്പോൾ he didn't arm myself with the catapult. He found that, അവൻ തിരിച്ചറിഞ്ഞു എന്താണ്? ഒരു എയർ ഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വായുവിൻ്റെ സമ്മർദ്ദത്താൽ പ്രവർത്തിക്കുന്ന ഒരു തോക്കാണ് എയർ ഗൺ എന്ന് പറയുന്നത്. വായുവിൻ്റെ സമ്മർദ്ദത്തിൽ പ്രവർത്തിക്കുന്ന ഒരു തോക്ക്. അങ്ങനെ ഒരു എയർ ഗണ്ണോ അല്ലെങ്കിൽ ഒരു കട്ടാപ്പട്ട കവണയോ എൻ്റെ കയ്യിൽ അവനെ ഉപദ്രവിക്കാൻ വേണ്ടി ഞാൻ കരുതിയിട്ടില്ല എന്ന് അവൻ മനസ്സിലാക്കിയതിന് ശേഷം ഹി ബിക്കെയിം ഫ്രണ്ട്ലിയർ. അവൻ ആരായിട്ട് മാറി? അവൻ വളരെ പരിചയക്കാരനായിട്ട് മാറി, സൗഹൃദമുള്ളവനായിട്ട്, സുഹൃത്തായിട്ട്, ഫ്രണ്ട്ലിയറായിട്ട്, കൂടുതൽ അടുപ്പമുള്ളവനായിട്ട്, ചങ്ങാതിയായിട്ട് അവൻ മാറി. ആൻഡ് when I started leaving him pieces of cake and biscuit. അവന് പിന്നീട് ഞാൻ എന്ത് കൊടുത്തു? അവന് ബിസ്ക്കറ്റിൻ്റെയും അതുപോലെ തന്നെ കേക്കിൻ്റെയും കഷ്ണങ്ങൾ ഞാൻ അവന് കൊടുത്തപ്പോൾ, ലീവിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടഡ് ലീവിങ്, ഇട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ കേക്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും കഷ്ണങ്ങൾ ഞാൻ അവന് വിട്ടുകൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഹീ ഗ്രൂ ബോൾഡർ. അവൻ കൂടുതൽ ധൈര്യമുള്ളവനായി, എന്നോട് കുറച്ചുകൂടി അടുത്ത് വന്നു, ഫ്രണ്ട്ലിയറായിട്ട് വന്നു, ധൈര്യമുള്ളവന് ബോൾഡറായിട്ട് മാറി. എന്തിന്? ആൻഡ് ഫൈനലി ബിക്കെയിം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. മാത്രമല്ല ഒടുവിൽ അവൻ എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് ആഹാര സാധനങ്ങൾ കൊത്തിത്തിന്നുവാൻ അല്ലെങ്കിൽ കൊത്തിയെടുക്കുവാൻ തക്കവണ്ണമുള്ള ബോൾഡ്നെസ് ഉള്ള അല്ലെങ്കിൽ ധൈര്യമുള്ള ഒരു
ഒരു ജീവിയായിട്ട് അത്രത്തോളം ധൈര്യമുള്ളവനായിട്ട് അവൻ മാറുകയും ചെയ്തു. എന്താണ് ഫെമിലിയർ ഇനഫ് എന്ന് പറഞ്ഞാൽ? അവൻ അത്രയും ബിക്കെയിം ഫെമിലിയർ ഇനഫ് എന്ന് പറഞ്ഞാൽ വേണ്ടുവോളം പരിചയം അവനായി കഴിഞ്ഞതിന് ശേഷം അവൻ എന്ത് ചെയ്തു? അവന് ധൈര്യശാലിയായി മാറി ക്രമേണ. അത് മാത്രമല്ല, അങ്ങനെ ധൈര്യശാലിയായിട്ട് അവൻ എന്തായിട്ട് വീണ്ടും മാറി? ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. എൻ്റെ കൈകളിൽ നിന്ന് ആഹാരം എടുക്കത്തക്കവണ്ണം, അതിന് പറയാതെ തന്നെ എടുത്ത് തിന്നത്തക്കവണ്ണമുള്ള ഒരു പരിചയം, അതിനു വേണ്ടി അത്രമാത്രമുള്ള, അതിന് തക്കവണ്ണമുള്ള ഒരു ഇനഫായിട്ടുള്ള ഒരു ഫെമിലിയറിറ്റി, പരിചയം അവന് ഞാനുമായിട്ട് അവൻ ഉണ്ടാക്കിയെടുത്തു.